മറ്റു വാർത്തകളിലേക്ക് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഹൈഡ്ര പരാമർശത്തിനെതിരെ പിണറായി വിജയൻ രംഗത്ത്. പരാമർശം അങ്ങേയറ്റം ഞെട്ടിക്കുന്നതെന്നും മുഖ്യമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് പഴയ സംഘപരിവാർ പശ്ചാത്തലമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺഗ്രസിലെ ഏറ്റവും വലിയ ഫാഷിസ്റ്റിനെ ആരാധിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടായത് ലജ്ജാകരമെന്നും വിമർശനം. അർജുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, മുൻപും മുഖ്യമന്ത്രിയായ സമയത്ത് പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു പരാമർശം രേവന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനെ വിമർശിക്കുകയാണ് പിണറായി വിജയൻ. രുചീഷ്, തന്റെ കയ്യേറ്റ വിരുദ്ധ സേനയ്ക്ക് ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹൈഡ്ര എന്ന പേരിട്ടത് എന്നുള്ളതായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരാമർശം. അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടത്തുന്നതിന് അങ്ങനെ ഒരു സേനയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. അത് ഹൈഡ്ര എന്നാണ്. അത് ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്നാണ് ഇന്നലെ ഒരു അഭിമുഖത്തിൽ രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചത്. അതിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭാഗത്ത് ഉള്ളത്. ഈ പരാമർശം അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ജനാധിപത്യ സമൂഹത്തെ അപഹസിക്കുന്നതുമാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു. ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട വാക്കായിരുന്നു ഹൈഡ്ര എന്നും അവരെ പോലെ ആരെയും കൊല ചെയ്യാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് തന്റെ പ്രചോദനമെന്നുമാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിളിച്ചു പറഞ്ഞത് എന്ന് പിണറായി വിമർശിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റിനെ പരസ്യമായി ആരാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായി ഉണ്ട് എന്നത് ലജ്ജാകരമാണ് എന്ന് പിണറായി പറയുന്നു. ഇത് കേവലം ഒരു നാക്കുപിഴയായി കാണാൻ കഴിയില്ല. അടിയന്തരാവസ്ഥയിലൂടെ ജനാധിപത്യ അവകാശങ്ങളെ കശാപ്പ് ചെയ്ത കോൺഗ്രസിന്റെ യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പിണറായി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹിറ്റ്ലറുടെ കൊലയാളി സംഘത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ ഭരണം നടത്തുന്നത് ജനാധിപത്യ മാതൃകയാണോ എന്ന ചോദ്യം പിണറായി ഉന്നയിക്കുന്നു. ഇത് കേവലം നാക്കുപിഴയല്ല എന്ന് മാത്രമല്ല, മുൻ സംഘപരിവാർ പശ്ചാത്തലമുള്ള രേവന്ത് റെഡ്ഡി അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത് എന്നും കുറ്റപ്പെടുത്തുന്നു. രുചീഷ് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. നീ പോ മോനെ, നീ പോ വിജയ എന്ന് പറഞ്ഞിട്ടുള്ള രേവന്ത് റെഡ്ഡിയുടെ പരാമർശമുണ്ടായി. അതിന് പിന്നാലെ ഡാഷ് എന്ന് ചേർത്തുകൊണ്ടുള്ള പിണറായിയുടെ പരാമർശവും ഏറെ വിവാദമായി. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് വീണ്ടും വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. രുചീഷ്.